Let us go to one of the previous year questions. Strings of beads can be hanged beautifully to decorate doors and walls. Strings of beads, one, can be hanged, two, beautifully to decorate third compartment. Doors and walls, fourth section. The fifth section is exactly no error. Can you show me the error part in it? Try yourself. Have you got it? Let me explain it. This is a frequently asking question. This is a frequently asking question. And hanged, hung, hung, നമുക്കറിയാം ഇത് റെഗുലർ ആണ്, റെഗുലർ വെർബ് ആണ്. ഇത് ഇറഗുലർ വെർബ് ആണ്, ഇറഗുലർ വെർബ്. ഒന്ന് റെഗുലർ വെർബ് ആണ്, മറ്റത് ഇറഗുലർ വെർബ് ആണ്. റെഗുലർ വെർബും ഇറഗുലർ വെർബും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്കറിയാം. V1, V2, V3. V2ലും V3ലും ED വന്നാൽ, ED വന്നാൽ അതിനെന്താ വിളിക്കുക? റെഗുലർ വെർബ് എന്നാ വിളിക്കുക. നമ്മൾ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ earlier. Just look here. അപ്പൊ ഇവിടെ V2ലും V3ലും ED വന്നു, റെഗുലർ വെർബ്. ഹങ് അത് ഇറഗുലർ വെർബാണ്. മക്കളെ, ഇംഗ്ലീഷ് ഭാഷയിലുണ്ടല്ലോ ഒരുപാട് വെർബുകൾ റെഗുലറിലും ഇറഗുലറിലും ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ, ലേൺ, LEARN, ലേൺ, LEARNED, ലേൺഡ്, LEARNED, ലേൺഡ്, റെഗുലർ വെർബാ. ലേൺ, LEARNT, ഇറഗുലർ വെർബാ. ഒരേ മീനിങ് ആണ്, ഒരേ മീനിങ് ആണ്. എടുത്ത് നോക്കണേ, ബേൺ, BURNED, റെഗുലർ വെർബാണ്. കത്തിക്കുക, കത്തിച്ചു, കത്തിച്ചിട്ടുണ്ട്. ബേൺ, BURNT, ബേൺഡ്, ഇറഗുലർ വെർബാണ്. ഒരേ മീനിങ്, കത്തിക്കുക, കത്തിച്ചു, കത്തിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ എത്രയോ വെർബുകൾ റെഗുലറിലും ഇറഗുലറിലും ഒരേ മീനിങ് ഉപയോഗിക്കാറുണ്ട്. സ്മെൽ, സ്മെൽഡ്, സ്മെൽട്ട്, irregular. Smell, smelled, regular. Have you understood it? രണ്ടും ഒരേ മീനിങ് ആണ്, റെഗുലർ ഉപയോഗിച്ചാലും ഇറഗുലർ ഉപയോഗിച്ചാലും. എന്നാൽ ചില വെർബുകളുണ്ട് റെഗുലർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മീനിങ് ആയിരിക്കും, ഇറഗുലർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മീനിങ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു വെർബാണിത്. എപ്പോഴും എക്സാമിനേഷൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വെർബാണ് ഇത്. എക്സാമിനേഷന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെർബാണ്. ഹാങ്ഡ്. പിന്നെ മലയാളം എന്താണെന്നറിയോ? തൂക്കി കൊല്ലുക, തൂക്കി കൊന്നു, തൂക്കി കൊന്നിട്ടുണ്ട്. ഇറഗുലർ വെർബ് ഹങ്, തൂക്കിയിടുക, തൂക്കിയിടുക, ഷർട്ട് തൂക്കിയിടുക, കർട്ടൻ തൂക്കിയിടുക. അപ്പൊ ഇവിടെ നോക്കണേ, സ്ട്രിങ്സ് ഓഫ് ബീഡ്സ് ക്യാൻ ബി ഹാങ്ഡ്. ഹാങ്ഡ് എന്താ? തൂക്കിക്കൊല്ലുക. അതും മനോഹരമായിട്ട്, അതും അലങ്കരിക്കാൻ. എന്തിനെ? ഡോസിനെയും വാൾസിനെയും. ആ കോണ്ടെക്സ്റ്റിൽ ഹാങ്ഡ്, തൂക്കി കൊല്ലുക എന്ന് പറയുന്ന പ്രയോഗമല്ല വേണ്ടത്, തൂക്കി ഇടുക എന്ന് പറയുന്ന പ്രയോഗമാണ് വേണ്ടത്. അപ്പൊ സ്ട്രിങ്സ് ഓഫ് ബീഡ്സ് ക്യാൻ ബി ഹാങ്ഡ് അല്ല വേണ്ടത്, ക്യാൻ ബി ഹങ് എന്നാക്കി മാറ്റണം. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്? അപ്പം ഹാങ്ഡ് അർത്ഥം എന്താ? തൂക്കിക്കൊല്ലുക, തൂക്കിക്കൊന്നു, തൂക്കിക്കൊന്നിട്ടുണ്ട്. ഹങ് അർത്ഥം എന്താ? തൂക്കിയിടുക, തൂക്കിയിട്ടു, തൂക്കിയിട്ടിട്ടുണ്ട്. പാസീവ് വോയിസ് ആണ് ഇത്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ. We can hang strings of beads. Strings of beads can be hung. എന്ത് വോയിസാ?
passive voice. എന്തല്ല? ആക്റ്റീവ് വോയിസ് അല്ല. ആണല്ലോ? strings or beats can be hanged അല്ല, തൂക്കിയിടാറുണ്ട്. തൂക്കിയിടാൻ കഴിഞ്ഞിരിക്കും. അതിമനോഹരമായിട്ട് അലങ്കരിക്കാൻ എന്തിനെ? ഡോസിനെയും വാൾസിനെയും, മുത്തുകളുടെ മാലകളെ തൂക്കി ഇടാൻ കഴിഞ്ഞിരിക്കും. മനോഹരമായി അലങ്കരിക്കാൻ ഡോസിനെയും വാൾസിനെയും. ആ മീനിങ്ങിലാണ് വരേണ്ടിയിരിക്കുന്നത്. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്? അപ്പൊ ചില വെർബുകൾ റെഗുലർലി യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മീനിങ് ആണ്, ഇറഗുലർലി യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റൊരു മീനിങ് ആണ്. ചില വെർബുകൾ റെഗുലറിലും ഇറഗുലറിലും ഉപയോഗിക്കും ഒരേ മീനിങ്. എക്സാമ്പിൾ, burn, burned, burned, B-U-R-N-E-D, B-U-R-N-E-D. burn, burnt, burnt, B-U-R-N-T, B-U-R-N-T. ഒന്ന് റെഗുലർ, മറ്റൊന്ന് ഇറഗുലർ. ഒരേ മീനിങ്ങിലാണ് യൂസ് ചെയ്യുന്നത്. ഓൾറൈറ്റ്? എന്നാൽ ചില വെർബുകളുണ്ട് റെഗുലർലി യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു മീനിങ് ആണ്, ഇറഗുലറിൽ ഉപയോഗിക്കുമ്പോൾ മറ്റൊരു മീനിങ് ആണ്. ആ മീനിങ് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിവിടെ ക്വസ്റ്റ്യനായി ചോദിച്ചിരിക്കുന്നത്. വെർബാണ് ക്വസ്റ്റ്യന്റെ ബേസ്. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്? Hi dear job as students, we can go to next question. The eminent speaker's speech was broadcasted all over the major radio stations. Let me explain it again. Let me read it again. The eminent speaker's speech what was broadcasted to all over the third major radio station 4, and fifth option is no error. Where can you see the error part in it? Can you show me the error part in it? Let us go. English ഭാഷയിൽ broadcast V1, V2, V3. V1 broadcast, V2 broadcast, V3 broadcast. ബ്രോഡ്കാസ്റ്റ് ഇല്ല. ഇത് മുന്നിൽ ഓക്സിലറി വെർബ് വന്നാൽ പിന്നെ വെർബിന്റെ തേർഡ് ഫോമാ വരിക. മുന്നിൽ ഓക്സിലറി വെർബ് വന്നാൽ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, V2 വെർബിന്റെ തേർഡ് ഫോം ഒരേ രൂപത്തിൽ വന്നാൽ ഏതാ V2 ഏതാ V3 എങ്ങനെ മനസ്സിലാക്കുക? മുന്നിൽ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ V3 ആയിരിക്കും. ഇത് വെർബിന്റെ മൂന്നാം രൂപമാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ എന്തില്ല? ബ്രോഡ്കാസ്റ്റഡ് എന്ന് പറയുന്ന വാക്കില്ല. ബ്രോഡ്കാസ്റ്റഡ് ഇല്ല. ദി എമിനന്റ് സ്പീക്കേഴ്സ് സ്പീച്ച് സിംഗുലർ ആണ്. വാസ് ബ്രോഡ്കാസ്റ്റഡ് തെറ്റ്. വാസ് ബ്രോഡ്കാസ്റ്റ് ബിക്കോസ് എന്താ കാരണം? ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ V1ഉം വെർബിന്റെ രണ്ടാം രൂപവും മൂന്നാം രൂപവും ഒക്കെ എന്താ? ബ്രോഡ്കാസ്റ്റ് തന്നെയാകുന്നു. അതിനാൽ ബ്രോഡ്കാസ്റ്റഡ് എന്നല്ല വരിക, ബ്രോഡ്കാസ്റ്റ് എന്നാ വരിക. ടെലകാസ്റ്റ് തന്നെയാണ്. V1, V2, V3 നോ ചേഞ്ച് അറ്റ് ഓൾ. കാസ്റ്റ് TV സംപ്രേഷണത്തിനെയാണ് നമ്മൾ ടെലകാസ്റ്റ് എന്ന് പറയുന്നത്. ബ്രോഡ്കാസ്റ്റ് റേഡിയോ സംപ്രേഷണത്തിനെയാണ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ TV സംപ്രേഷണത്തിനും ബ്രോഡ്കാസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിവിയും അതേപോലെ തന്നെ റേഡിയോ സംപ്രേഷണത്തിനും ഒക്കെ എന്താ പറയാ? ബ്രോഡ്കാസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. ടെലകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV സംപ്രേഷണത്തിനാണ് നമ്മൾ ടെലകാസ്റ്റ് എന്ന് എക്സ്ക്ലൂസീവ് ആയിട്ട് വിളിക്കുന്നത്. ഓക്കെ, ബ്രോഡ്കാസ്റ്റ് ആണ്. ടെലകാസ്റ്റ് ആണ്. കാസ്റ്റ് CAST ആണ്. CAST എന്താ? കാസ്റ്റ് രേഖപ്പെടുത്തുക. കാസ്റ്റ് യുവർ വോട്ട്, നിങ്ങൾ നിങ്ങളുടെ വോട്ട് കാസ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, കാസ്റ്റ് then കട്ട് V1ഉം V2ഉം വെർബിന്റെ മൂന്നാം രൂപവും ഒരേപോലെ.
The eminent speaker's speech was broadcasted അല്ല, the eminent speaker's speech was broadcast. വന്ന മിസ്റ്റേക്ക് രണ്ടാം ഭാഗത്താണ്. Broadcasted, that word is not existing in the English language. That is why V1 ഉം V2 ഉം വെർബിന്റെ മൂന്നാം രൂപവും ബ്രോഡ്കാസ്റ്റ് തന്നെയാണ്. ബ്രോഡ്കാസ്റ്റ് അതിന് ബ്രോഡ്കാസ്റ്റഡ് എന്ന് പറയുന്ന വാക്കില്ല, ബ്രോഡ്കാസ്റ്റേ ഉള്ളൂ. മിസ്റ്റേക്ക് വന്നിരിക്കുന്ന ഭാഗം 2. നമ്മളിപ്പോ ബേസിന്റെ ഭാഗമായിട്ടുള്ള വെർബിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വെർബ് ഈസ് ദ ന്യൂക്ലിയസ് ഓഫ് എ സെന്റൻസ് എന്നൊക്കെ പറഞ്ഞു. സെന്റൻസിന്റെ ഏറ്റവും ശക്തിയുള്ള ഒരു ഭാഗമാണ് വെർബിനെ അസുഖമാക്കി ആണ് ഗ്രാമറിന്റെ അകത്തൊരു 80% ചോദ്യങ്ങളും ചോദിക്കുന്നത് എന്നൊക്കെ സംസാരിച്ചു കഴിഞ്ഞു നമ്മള്. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചു 1-2 പ്രാവശ്യം. സ്റ്റാറ്റിക് വെർബ് ഈസ് ദ സ്റ്റാറ്റിക് വെർബ് ഓർ സ്റ്റാറ്റിക് വെർബ്. വാട്ട് ഡു യു മീൻ ബൈ സ്റ്റാറ്റിക് വെർബ്? നമുക്ക് വെർബിന്റെ ing ഫോം ഉപയോഗിക്കുന്നത് 6 കണ്ടിന്യൂസ് ടെൻസുകളിലാണ്. ഏതൊക്കെയാ 6 കണ്ടിന്യൂസ് ടെൻസ്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പിന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇങ്ങനെ 6 കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ വെർബിന്റെ ing ഫോം ഉപയോഗിക്കുന്നത്. എന്നെ നോക്കണേ, ഇവിടെ ശ്രദ്ധിക്കണേ. ഐ ആം വാക്കിംഗ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ വാസ് വാക്കിംഗ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഐ വിൽ ബി വാക്കിംഗ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഐ ഹാവ് ബീൻ വാക്കിംഗ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. I had been walking, past perfect continuous tense. I will have been walking, future perfect continuous tense. About walking 6 continuous tenseകളിൽ വെർബിന്റെ ing രൂപം ഉപയോഗിക്കും നമ്മൾ. 6 continuous tenseകളിൽ വെർബിന്റെ ing രൂപം ഉപയോഗിക്കും. ഇങ്ങനെ 6ഓളം കണ്ടിന്യൂസ് ടെൻസുകളിൽ വെർബിന്റെ ing രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വെർബുകളെയാണ് സ്റ്റാറ്റിക് വെർബ് അഥവാ സ്റ്റാറ്റീവ് വെർബ് എന്ന് വിളിക്കുന്നത്. നിശ്ചല വെർബുകൾ 12 ടെൻസാ ഉള്ളത്. അതിൽ 6 കണ്ടിന്യൂസ് ടെൻസുകളിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വെർബുകൾ. ഇതിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ എന്ത് വിളിക്കുന്നത്? സ്റ്റാറ്റിക് വെർബ് അഥവാ സ്റ്റാറ്റീവ് വെർബ്. ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. I am loving you. I am loving you. This is exactly a wrong statement. കാരണം ലവ് ഒരു സ്റ്റാറ്റിക് വെർബാണ്. ഇത് സബ്ജക്റ്റ് ആണ്, ഇത് ഓക്സിലറി വെർബാണ്, ഇത് വെർബിന്റെ ing രൂപമാണ്. അപ്പൊ വെർബിന്റെ ing രൂപത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാത്ത വെർബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിശ്ചല വെർബുകൾ, സ്റ്റാറ്റിക് വെർബ് ഓർ സ്റ്റാറ്റിക് വെർബ്. It cannot be used as ing form of a verb. That verb is known as static verb. ആ വെർബിനെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് വെർബ് ഓർ സ്റ്റാറ്റീവ് വെർബ്. I am loving you. Wrong. കാരണം ഇവിടെ വെർബിന്റെ ing ഫോമിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. You should write, this is a wrong statement. The right statement is I love you. കാരണം ടെൻസ് ഏതാ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയാൻ പറ്റാത്തതൊക്കെ എന്തിലാ ഉപയോഗിക്കുക? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റാത്തതൊക്കെ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്? Yes or no? I am hating you. Hate static verb ആണ്. I hate you. I am understanding you. Understand static verb ആണ്, ഉപയോഗിക്കാൻ പറ്റില്ല ing ഫോമിൽ. I understand you. I am forgetting you. Forget ഒരു സ്റ്റാറ്റിക് verb ആണ്. I forget you. Have you got it? Have you understood it? ഒരു ലിസ്റ്റ് ഇപ്പം നൽകാം. അപ്പൊ 6ഓളം കണ്ടിന്യൂസ് ടെൻസുകളിൽ വെർബിന്റെ ing ഫോം ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കാത്ത വെർബുകളെ സ്റ്റാറ്റിക് വെർബ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ സ്റ്റാറ്റീവ് വെർബ് എന്ന് വിളിക്കും. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്? എന്നാൽ ഇവ ജെറണ്ടിൽ ഉപയോഗിക്കാറുണ്ട്. ലവിങ് ഈസ് എ നൈസ് എക്സ്പീരിയൻസ്. ലവിങ് ഈസ് എ നൈസ് എക്സ്പീരിയൻസ്.
ഇവിടെ ലവിങ്ങിന്റെ മുന്നിൽ ഈസോ ഏമോ ആറോ ഒന്നുമില്ല. ഇവിടെ ലവിങ്ങിന്റെ മുന്നിൽ ഈസോ ഏമോ ആറോ ഒന്നുമില്ല. ലവിങ് ഈസ് നോട്ട് വെർബ്, ലവിങ് ഈസ് നൗൺ. ഹിയർ വെർബ് ഈസ് സെനൻഷ്യൽ, ഈസ് ആൻഡ് വെർബ്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് loving is not a verb. Loving വെർബിന്റെ ഇ ഫോം ആണെങ്കിൽ മുന്നിൽ എന്തുണ്ടായിരിക്കണം? ഓക്സിലറി വെർബ് ഉണ്ടായിരിക്കണം. വെർബിന്റെ ഇ ഫോമിനെ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ എന്താ വിളിക്കുക? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണല്ലോ, നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഇത് വെർബിന്റെ ഇ ഫോം അല്ല, ഇത് ഐഎൻജിയിലുള്ള നൗൺ ആണ്. ലവിങ് ഈസ് എ നൈസ് എക്സ്പീരിയൻസ്, ഇത് ശരിയാണ്. അവിടെ ലവിങ് വെർബിലല്ല ഉപയോഗിച്ചത്, എന്തിനാ ഉപയോഗിച്ചത്? നൗണില. ലവിങ് ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കരുത് എന്നുള്ള മാനസികാവസ്ഥ ഉണ്ടായിരുന്നേ. ലവിങ് ഉപയോഗിക്കാം, ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കാം, വെർബായിട്ടല്ല. വെർബാണെങ്കിൽ മുന്നിൽ എന്തുണ്ടായിരിക്കും? ഓക്സിലറി വെർബ്. എന്തായിട്ട് ഉപയോഗിക്കാം? നൗൺ ആയിട്ട് ഉപയോഗിക്കാം. ആ നൗണിനെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ എന്ത് വിളിക്കുന്നത്? ജെറണ്ട് എന്ന് ഉപയോഗിക്കുന്നത്. ഐ ആം ലവിങ് യു, തെറ്റ്, ഐ ലവ് യു. ഇങ്ങനെ 6 കണ്ടിന്യൂസ് ടെൻസുകളിൽ വെർബിന്റെ ing രൂപത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാത്ത വെർബുകളെയാണ് സ്റ്റാറ്റിക് വെർബ് അഥവാ സ്റ്റാറ്റിക് വെർബ് എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ എക്സാമിനേഷൻ വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാറ്റിക് വെർബുകൾ എന്ന് നോക്കാം നമുക്ക്. ഫ്രീക്വന്റ്ലി ആസ്കിംഗ് ആയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? റിക്കറിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാറ്റിക് വെർബുകൾ എന്തൊക്കെയാണ് എന്ന കാര്യം നമുക്ക് നോക്കാം. ഒന്ന് ലവ് ആണ്. ലവ് തന്നെ ഇപ്പൊ പറഞ്ഞത് ലൈക്ക് ഉണ്ട്, ഡിസ്ലൈക്ക് ഉണ്ട്, ഡിസ്ലൈക്ക്, ഹെയ്റ്റ്, appear, adorn, consist, contain, forget, forgive, then understand, besides, sorry, not besides but belong, believe, behave, then suppose, trust, resemble. Do you know the meaning of resemble? സാദൃശ്യം ഉണ്ടാകുക. She resembles her mother. Resemble, കൈവശം വെക്കുക. എന്താ? possess, own, എന്താ? കടപ്പെട്ടിരിക്കുക. I owe you, ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു. Then 5 senses: see, hear, smell, taste, feel. Then you can see wish, want, then think formal English. have ഒരൊറ്റ അർത്ഥത്തിൽ മാത്രമാണ്. ഏതർത്ഥത്തിൽ? to possess, കൈവശം വെക്കുക എന്ന് പറയുന്ന അർത്ഥത്തിൽ മാത്രം. പിന്നെ സൗണ്ടിന്റെ അർത്ഥം എന്താ? അർത്ഥം സൗണ്ടിന് ഒരുപാട് അർത്ഥമുണ്ട്. തോന്നുക എന്ന് പറയുന്ന അർത്ഥത്തിൽ സൗണ്ട് ഏതർത്ഥത്തിൽ? തോന്നുക. നമ്മൾ ചായ കുടിച്ചാലോ? that sounds interesting, അത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു. തോന്നുക എന്ന് പറയുന്ന അർത്ഥത്തിൽ സൗണ്ട് എന്താണ്? സ്റ്റാറ്റിക് വെർബാണ്. റൈറ്റ്. സൗണ്ടിന് ഒരുപാട് അർത്ഥമുണ്ട്. സൗണ്ട് ശബ്ദം അർത്ഥമുണ്ട്. സൗണ്ട് ഹെൽത്ത്, ഗുഡ് ഹെൽത്ത് എന്നാണ് അർത്ഥം. സൗണ്ട് അർത്ഥം അവിടെ ഗുഡ് ആണ്. നമ്മൾ ചായ കുടിച്ചാലോ ദാറ്റ് സൗണ്ട്സ് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം അത് ഗ്രേറ്റ് ആയി തോന്നുന്നു എന്നാണ് അർത്ഥം. റൈറ്റ്. അപ്പൊ ഏതൊക്കെ വാക്കുകൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? ലവ്, ലൈക്ക്, ഡിസ്ലൈക്ക്, ഹെയ്റ്റ്, അപ്പിയർ, അജോൺ, കൺസിസ്റ്റ്, contain, forget, forgive, understand, belong, believe, behave, suppose, trust, resemble, possess, own, see, hear, smell, taste, feel, wish, want, think, have എന്ന അർത്ഥത്തിൽ
ടു പൊസസ് എന്ന് പറയുന്ന അർത്ഥത്തിൽ മാത്രം. ഹാവിന് നമുക്ക് ഇപ്പൊ എക്സ്പ്ലനേഷൻ നടത്താം. ഹാവ് എന്ന് പറയുന്ന വാക്ക് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് സ്റ്റാറ്റിക് വെർബായിട്ട്. ഇതൊക്കെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന എക്സാമിനേഷന്റെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റാറ്റിക് വെർബ് അഥവാ സ്റ്റാറ്റീവ് വെർബ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സാധനം മറന്നുപോയിട്ടുണ്ട്. നോ 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 നോ. ഐ ആം നോയിങ് യു എന്ന് പറയില്ല, ഐ നോ യു എന്നേ ഉപയോഗിക്കാറുള്ളൂ. അതിനാൽ വൺസ് അഗൈൻ 6 കണ്ടിന്യൂസ് ടെൻസുകളിൽ വെർബിന്റെ ing രൂപത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാത്ത വെർബുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാറ്റിക് വെർബ് അഥവാ സ്റ്റാറ്റീവ് വെർബ് എന്ന് വിളിക്കുന്നു. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്? ഐ ആം ലവിങ് യു, തെറ്റ്, ഐ ലവ് യു. ഐ ആം ഹേറ്റിംഗ് യു, തെറ്റ്, ഐ ഹേറ്റ് യു. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്? ഓൾറൈറ്റ്. ഹാവ് ഒരു സ്റ്റാറ്റിക് വെർബാണ്. ഹാവ് ഒരു സ്റ്റാറ്റിക് വെർബാണ്. ഒരൊറ്റ മീനിങ്ങിൽ. ഏതാ മീനിങ്? ടു പൊസസ്, കൈവശം വെക്കുക എന്ന അർത്ഥത്തിൽ മാത്രം. കൈവശം വെക്കുക എന്ന് പറയുന്ന അർത്ഥത്തിൽ ഹാവ് എന്ത് വെർബാണ്? സ്റ്റാറ്റിക് വെർബാണ് അഥവാ സ്റ്റാറ്റീവ് വെർബാണ്. എക്സാമ്പിൾ, ഐ ആം ഹാവിങ് എ കാർ. ഐ ആം ഹാവിങ് എ കാർ. ഐ ആം ഹാവിങ് എ കാർ. ഐ ആണ് ഇവിടെ സബ്ജക്ട്, am ആണ് ഓക്സിലറി വെർബ്, have ആണ് മെയിൻ വെർബ്. വെർബിന്റെ ing ഫോമിൽ ഉപയോഗിക്കാൻ പറ്റില്ല. എന്തർത്ഥത്തിൽ? കൈവശം വെക്കുക എന്ന അർത്ഥത്തിൽ. This is wrong. I am having a car. Wrong. The right one is, the right one വരിക, I have a car. I have a car. I have a car. I have a car. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. Yes or no? Subject plus V1. I am hating you. തെറ്റ്, I hate you. I am understanding you. തെറ്റ്, I understanding you. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പറ്റാത്തതൊക്കെ എന്തിനാ ഉപയോഗിക്കുക? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. അണ്ടർസ്റ്റാൻഡിങ് അടുത്തത്, I am having my lunch. I am having my lunch. Images look here. This is exactly the right one. കാരണം ഇവിടെ ഹാവിങ് എന്നത് കൈവശം വെക്കുക എന്ന അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഈറ്റിംഗ് എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ആം ഹാവിങ് മൈ ലഞ്ച്. ദിസ് സ്റ്റേറ്റ്മെന്റ് is this is subject, this one is auxiliary verb, this one is main verb, this is exactly verb-ന്റെ ing form ആണിത്. എന്നിട്ടും ശരിയാണ്, കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൈവശം വെക്കുക എന്ന അർത്ഥത്തിലല്ല, ഈറ്റിംഗ് എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. അതിനാൽ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഹാവ് സ്റ്റാറ്റിക് വെർബാണ് ഒരേ ഒരു അർത്ഥത്തിൽ. ഏതർത്ഥത്തിൽ? ടു പൊസസ്. നെക്സ്റ്റ് വൺ, she is having a child. She is having a child. She is having a child. This statement is also right. She is having a child means she is carrying a child എന്നാണ് ഇവിടെ ഞാൻ അർത്ഥമാക്കിയിട്ടുള്ളത്. ആയതിനാൽ ഇത് ശരിയാണ്. carrying എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രഗ്നന്റ് എന്നാണ് അർത്ഥം. ഓൾറൈറ്റ്, ഓക്കെ. അപ്പൊ ഇവിടെ ഹാവിംഗ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? carrying എന്നാണ്. ഇവിടെ ഹാവിംഗ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഈറ്റിംഗ് എന്നാണ്. ഹാവ് സ്റ്റാറ്റിക് വെർബാണ്. ഇൻ ദി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഹാവ് ഈസ് എ സ്റ്റാറ്റിക് വെർബ് in only one meaning. That meaning is to possess. ഹാവിന് ഒരുപാട് മീനിങ് ഉണ്ട്. അപ്പൊ എക്സ്ക്യൂസ് മീ, ഒരു വാക്ക്, ഒരേ ഉച്ചാരണം, വ്യത്യസ്ത സന്ദർഭത്തിൽ വ്യത്യസ്ത മീനിങ്. ഇതിന് ഹോമോണിം എന്നാ പറയാം. ഐ ആം ദ സബ്ജക്ട് ഓഫ് ഇന്ത്യ. ഞാൻ ഇന്ത്യയുടെ പ്രജയാണ്. ഹി സബ്ജക്റ്റഡ് ടു എൻ ഓപ്പറേഷൻ. അവന്റെ ഓപ്പറേഷന് വിധേയമായി. മൈ ഫേവറേറ്റ് സബ്ജക്ട് ഇസ് മാത്തമാറ്റിക്സ്. അർത്ഥം വിഷയം. ആൻഡ് ഐ ലവ് യു. ആ സെന്റൻസിൽ ഐ എന്ന സബ്ജക്റ്റ് ആണ്, കർത്താവ്. അപ്പൊ സബ്ജക്ട് പ്രജ, സബ്ജക്ട് വിഷയം, സബ്ജക്ട് കർത്താവ്, സബ്ജക്ട് വിധേയമാവുക. ഒരേ വാക്ക്, ഒരേ ഉച്ചാരണം, വ്യത്യസ്ത കോണ്ടെക്സ്റ്റിൽ വ്യത്യസ്ത മീനിങ്. ഇതിനെയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഹോമോണിം എന്ന് പറയുന്നത്. ഒരു വാക്കിന് വ്യത്യസ്ത കോണ്ടെക്സ്റ്റിൽ വ്യത്യസ്ത മീനിങ്. ഹാവ് ഒരു ഹോമോണിം ആണ്, ഒരുപാട് അർത്ഥമുള്ള വാക്കാണ്. ഹാവ് സ്റ്റാറ്റിക് വെർബാണ്, ഒരൊറ്റ മീനിങ്ങിൽ. ഏത് മീനിങ്ങിൽ? ടു പൊസസ്, കൈവശം വെക്കുക. ഐ ആം ഹാവിങ് എ കാർ. തെറ്റ്, ഐ ഹാവ് എ കാർ. കാരണം
കൈവശം വെക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ആം ഹാവിംഗ് മൈ ലഞ്ച്, ശരി, ഈറ്റിംഗ് 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 എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൈവശം വെക്കുക എന്ന അർത്ഥത്തിലല്ല. ഷീസ് ഹാവിംഗ് എ ചൈൽഡ്, ഷീസ് ക്യാരിങ് എ ചൈൽഡ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഷീസ് പ്രഗ്നന്റ് എന്നാണ്. ഹാവ് സ്റ്റാറ്റിക് വെർബാണ് ഒരൊറ്റ അർത്ഥത്തിൽ, കൈവശം വെക്കുക എന്ന അർത്ഥത്തിൽ. ഹാവ് യു അണ്ടർസ്റ്റുഡ്? നമുക്കൊന്ന് ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ലെറ്റ് us go to a question. It is appearing to me that you are plotting against your friends and their parents. It is appearing to me that you are plotting to against your friends, third part, and their parents, fourth part. Fifth one is no error. What is the error part? We have studied static verb or static verb. Appear is a static verb. Appear is a static verb. About it is appearing. This is wrong. It appears is the right one. It appears right one. The third person singular വന്നാൽ, എക്സ്ക്യൂസ് മീ, ഹലോ, V1 എത്ര ഉണ്ടാവും? 2 എണ്ണം. V1 എപ്പോഴും ഇംഗ്ലീഷ് ഭാഷയിൽ എത്ര V1 ആണ് ഉണ്ടാകുക? 2 V1. One is plural V1. Another one is singular V1. Have you understood it? ഇംഗ്ലീഷ് ഭാഷയിൽ V1 ഉണ്ടാവുക 2 എണ്ണമാണ്. ബഹുവചന V1, ഏകവചന V1. Yes or no? അപ്പൊ appear ബഹുവചനം, appears singular. ഹലോ, വർക്ക് എന്താ? ബഹുവചനം, works singular. നൗണിനോട് എസ് ചേർന്നാൽ നൗൺ എന്താകും? നൗണിനോടൊപ്പം എസ് ചേർന്നാൽ നൗൺ എന്താകും? പ്ലൂറൽ. ദാ മാർക്കർ, നാമം, 2 മാർക്കർ ചേർന്ന മാർക്കേഴ്സ്. എന്നാൽ വെർബ്, ആക്ഷനുള്ള വാക്കിനെയാണ് വെർബ് എന്ന് പറയുന്നത്. വെർബിനോടൊപ്പം എസ് ചേർന്നാൽ വെർബ് എന്താകും? സിംഗുലർ. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്? വെർബിനോടൊപ്പം എസ് ചേർന്നാൽ വെർബ്. വർക്ക് എന്താ? പ്ലൂറൽ വെർബ്. വർക്ക്സ് സിംഗുലർ. ഹാസ് എന്താ? സിംഗുലർ. വാസ് എന്താ? സിംഗുലർ. ഈസ് എന്താ? സിംഗുലർ. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്? കം പ്ലൂറൽ, കംസ് സിംഗുലർ. ഗോ പ്ലൂറൽ, ഗോസ് സിംഗുലർ. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്? അപ്പൊ ആര് കർത്താവായി വന്നാലാ വെർബിനെ സിംഗുലർ ആക്കുക? ഐ ഫസ്റ്റ് പേഴ്സൺ, യു സെക്കൻഡ് പേഴ്സൺ, ഷീ തേർഡ് പേഴ്സൺ സിംഗുലർ. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്? ഐ ഗോ എന്നാ പറയാ, കാരണം ഐ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്. യു ഗോ എന്നാ പറയാ, യു എന്താ? സെക്കൻഡ് പേഴ്സൺ സിംഗുലർ. ഷീ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ഇംഗ്ലീഷ് ഭാഷയിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് സബ്ജക്ട് എങ്കിൽ വെർബിനെ എന്താക്കണം? സിംഗുലർ ആക്കണം. തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് സബ്ജക്ട് എങ്കിൽ വെർബിനെ എന്താക്കണം? സിംഗുലർ ആക്കണം. ആരൊക്കെയാ തേർഡ് പേഴ്സൺ സിംഗുലർ? ഐ ഫസ്റ്റ് പേഴ്സൺ, ഐ ഗോ. യു സെക്കൻഡ് പേഴ്സൺ, യു ഗോ. ഷീ തേർഡ് പേഴ്സൺ, ഗോ എന്താക്കണം? ഗോസ് ആക്കണം. I like, you like, she likes. അപ്പോ ഇറ്റ ഇവിടെ വന്നിരിക്കുന്നത് ഐ ഫസ്റ്റ് പേഴ്സൺ, യു സെക്കൻഡ് പേഴ്സൺ, ഹി ഷീ ഇറ്റ് ആണ് തേർഡ് പേഴ്സൺ സിംഗുലർ. തേർഡ് പേഴ്സൺ സിംഗുലർ വന്നപ്പോ ഇറ്റ് അപ്പിയർ എന്നല്ല പറയാ, ഇറ്റ് അപ്പിയേഴ്സ് ആക്കി മാറ്റണം. ബിക്കോസ് സബ്ജക്ട് ഈസ് എക്സാക്ട്ലി തേർഡ് പേഴ്സൺ സിംഗുലർ. ഇഫ് ദ തേർഡ് പേഴ്സൺ സിംഗുലർ കംസ് ആസ് എ സബ്ജക്ട്, the singular verb should be used. Have you understood it? Singular verb എന്ന് പറഞ്ഞാൽ എന്താ? Singular V1 എന്ന് പറഞ്ഞാൽ എന്താ? Singular V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്, ഇഎസ്, ഐഎസ് ഒക്കെ കാണുമ്പോഴാണ് സിംഗുലർ V1 എന്ന് പറയുന്നത്. അപ്പം കംസ് എസ് ആ വന്നത്. ഗോ ഗോസ് എന്താ വന്നത്? ഇഎസ് ആ വന്നത്. സ്റ്റഡി സ്റ്റഡീസ് ഐഎസ് ആ വന്നത്. ഇങ്ങനെ വെർബിനോടൊപ്പം എസ് അല്ലെങ്കിൽ ഇഎസ് അല്ലെങ്കിൽ ഐഎസ് വന്നാൽ അത്തരം വെർബുകളെയാണ് എന്ത് വിളിക്കുന്നത്? സിംഗുലർ വെർബ് എന്ന് വിളിക്കുന്നത്. അതിന് സബ്ജക്ട് ആരായിരിക്കണം? തേർഡ് പേഴ്സൺ സിംഗുലർ. ഐ ലവ്, യു ലവ്, ഐ ഫസ്റ്റ് പേഴ്സൺ ആണ്, യു സെക്കൻഡ് പേഴ്സൺ. ഷീ തേർഡ് പേഴ്സൺ സിംഗുലർ. ഷീ ലവ് അല്ല, ഷീ ലവ്സ്. ഐ ഡു, യു ഡു, വി ഡു, ദേ ഡു, ഷീ ഡസ്, ഹി ഡസ്, ഇറ്റ് ഡസ്. I have a car, you have a car, we have a car, they have a car, she has a car. Have you understood it? അപ്പം ഇവിടെ it is appearing. Appear is a static verb. You cannot use in ing form of the verb. ing form of the verb ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കാത്തതാണ്. Let us go to next question. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാലോ. A misogynist is a person
who is hating women. But a philogynist is a person who loves women. എവിടെ മിസ്റ്റേക്കുള്ളൂ എന്ന് പറ പെട്ടെന്ന്, within seconds. You should give me the answer within seconds. Nothing is here. ഇവിടെയുള്ള മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് who is hating എന്നുള്ളത്. Hate is exactly a static verb. ഒരു മിസോജിനിസ്റ്റ് ആരാ? സ്ത്രീകളെ വെറുക്കുന്നവൻ. A misogynist is a person who is hating എന്നല്ല വേണ്ടത്, who hates. Is hating വരില്ല. Who hates. ഒരു വ്യക്തി ആയതുകൊണ്ടാണ്, തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് hate is hating എന്താവണം? Hates ആവണം. Have you understood it? He is hating അല്ല, he hates. Because hate is exactly a static verb. Hate എന്ത് വെർബാ? Static verb ആണ്. That is why you cannot use it in ing form of the verb. വെർബിന്റെ ing ഫോമിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? സ്റ്റാറ്റിക് വെർബ് അഥവാ സ്റ്റാറ്റിക് വെർബ് എന്ന് പറയുന്ന ഭാഗമാണ്. Have you understood it? Have you got it? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂ.